വ്യക്തമാണ്. ജോർജ് സാർ, ഒരു നിമിഷം സാറിലേക്ക് വരാൻ വളരെ പെട്ടെന്ന് ശ്രീ ശ്യാംരാജിലേക്ക്. ഇതിൽ രാഷ്ട്രീയമായി തന്നെ ഒരു മറുപടിയിലേക്ക് പോയാൽ, ശ്രീ ശ്യാംരാജ്, രാഷ്ട്രീയമായ ചില തന്ത്രങ്ങളുടെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ വിമർശനമായി ഉയർന്നു വന്നിരിക്കുന്നത്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ അതോ മറ്റു തന്ത്രങ്ങളാണോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിനുള്ള മറുപടി എന്താണ്? ഒന്ന്, ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നതാരാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്നതാരാണ്? ഈ ലോകം മാറി എന്നുള്ള കാര്യവും അതിനോട് ലോകത്തിലെ സ്കൂളുകൾ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സാമാന്യ ബോധം ഇതിനെ എതിർക്കുന്ന ആളുകൾക്ക് വേണം. കേരളത്തിൽ അതോടൊപ്പം നമ്മുടെ രാജ്യത്തും എത്രയോ സ്കീമുകൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ നിലവിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസ നയത്തിന് മുമ്പ് ഒരു വിദ്യാഭ്യാസ നയം വന്നത് 1986-ലാണ്, 30 വർഷങ്ങൾക്ക് മുമ്പ്. ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ രാജ്യവും ലോകവും എത്ര മാത്രം മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ മൊബൈലുകൾ ഇല്ലാതിരുന്ന, കളർ ടിവികൾ ഇല്ലായിരുന്ന, എല്ലാ വീടുകളിലും വൈദ്യുതികൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നാം മെനഞ്ഞെടുത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് ഇന്ന് AI-യുടെ കാലഘട്ടത്തിൽ നമ്മൾ മാറി നിൽക്കുകയാണ്. അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കൂളുകൾ മാറണ്ടേ? അതിനനുസരിച്ച് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമ്മുടെ സ്കൂളുകൾക്ക് ഉണ്ടാവേണ്ടേ? അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടേ? ഈ PM ശ്രീ പദ്ധതിയിൽ എന്താണ് ഇതിനകത്ത് പ്രശ്നം? എന്തുകൊണ്ട് ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇത്ര വലിയ നല്ലൊരു പദ്ധതിയായിട്ടും ഏകദേശം 5 വർഷം കൊണ്ട് ഒരു സ്കൂളിന് 1 കോടിയിലധികം വരുന്ന സാമ്പത്തിക സഹായം കിട്ടുമെന്ന് അറിഞ്ഞിട്ടും ആ സ്കൂളിന്റെ മുഴുവൻ രീതിയിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അവിടുത്തെ ഈ ലൈബ്രറികൾ ആയിക്കോട്ടെ, അവിടുത്തെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആയിക്കോട്ടെ, ഒന്ന് മനസ്സിലാക്കണം, ക്ലാസ് റൂമിൽ പെൺകുട്ടി പാമ്പ് കടിച്ച കേരളത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്കൂളുകൾ കൂടിയുള്ള ഈ കേരളത്തിലെ ഒരു ബ്ലോക്കിൽപ്പെട്ട 2 സ്കൂളുകൾ എങ്കിലും നന്നാവുകയുണ്ടെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണ്. അതായത് നമ്മുടെ മൊത്തമായിട്ടുള്ള നമ്മുടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പരിഷ്കരിക്കുന്നതിനുള്ള ഒരു തുടക്കം മാത്രമാണ് ഈ പറയുന്നത്. അതിൽ ഒരു ബ്ലോക്കിലെ കേരളത്തിലെ ഏകദേശം 336 സ്കൂളുകൾക്കാണ് ഈ പദ്ധതിയുടെ ലാഭം കിട്ടുക. കേരളത്തിലെ 336 സ്കൂളുകൾക്കും അതിലൂടെ വരുന്ന 10-30,000 വരുന്ന കുട്ടികൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കില്ലേ? ആ പ്രയോജനത്തെ ഇവർ എന്തിനാണ് തട്ടിക്കളയുന്നത്? ഞാൻ ചോദിക്കട്ടെ, നവോദയ വിദ്യാലയം, ഞാൻ നവോദയ വിദ്യാലയത്തിൽ പഠിച്ചു വന്ന ഒരാളാണ്. നവോദയ വിദ്യാലയങ്ങൾ കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ? ഇവിടുത്തെ കൺകറന്റ് ലിസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? നവോദയ വിദ്യാലയങ്ങൾ വന്നതിനോട് ശേഷം എന്താണ് സംഭവിച്ചത്? ഈ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും മികച്ച വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പുതിയ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ വരുമ്പോൾ അതിനെ അംഗീകരിക്കുന്നതിന് പകരം കേവലമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് മറ്റൊന്നുമല്ല. ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇവരെന്തിനാണ് എതിർത്തത്? ഈ PM ശ്രീ പദ്ധതി ഇവരെന്തിനാണ് എതിർത്തത്? എതിർക്കുന്നത് ഇവരാണ്, ഈ കേരളത്തിലെ സർക്കാരാണ്. അവർക്ക് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പേടിയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇവർ കേന്ദ്ര സർക്കാർ പദ്ധതികൾ നമ്മളിവിടെ നടപ്പിലാക്കുന്നുണ്ട്. PM പോഷൻ സ്കീമിൽ പദ്ധതിക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിലാണ് 4 കിലോ ഓരോ വിദ്യാർത്ഥിക്കും അരി കൊടുക്കുന്ന ഒരു പദ്ധതി. അത് 100% കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. കേരളത്തിൽ ഏകദേശം 26 ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരിന്റെ പേരിൽ ഇവർ നടപ്പിലാക്കുകയാണ്. അപ്പോ ഇവർക്ക് വേണ്ട കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ, ഇവർക്ക് പറ്റുന്ന പദ്ധതികളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ പേരിൽ പേര് മാറ്റി ചെലവഴിക്കണം, അതിന്റെ ക്രെഡിറ്റ് എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഗുണകരമാകുന്ന ഒരു പദ്ധതി വരുമ്പോൾ അതിനെ മുഴുവനായിട്ടും എതിർക്കണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, പ്രൈവറ്റൈസേഷൻ. എക്കാലത്തും കേരളത്തിലെ സർക്കാരുകൾ എതിർത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് പ്രൈവറ്റൈസേഷൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ സർക്കാർ എന്താണ് ചെയ്തത്? വരട്ടെ, പുതിയ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വന്നോട്ടെ എന്ന് ഇവർ പറഞ്ഞിട്ടില്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 20-30 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ദൂരദർശനിൽ ഇരുന്ന് ഇതേ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അന്ന് ഈ സർക്കാർ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ടാവും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ആ 30 വർഷത്തോളം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അവിടെ വന്നിരിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസത്തിൽ നമ്പർ 1 ആണെന്ന് പറഞ്ഞാണ്, സത്യമാണ്. 1956 കേരളം രൂപീകൃതമായപ്പോൾ നമ്മുടെ സാക്ഷരത 50%-അധികമാണ്. അങ്ങനെ കമ്പയർ ചെയ്യണം. കേരളം രൂപീകൃതമാകുമ്പോൾ സാക്ഷരത 50%-അധികം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണിത്. ഈ പ്രദേശത്തെ ഈ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെ എതിർക്കുന്നതിലൂടെ കഴിഞ്ഞ ഒരു 15-20 വർഷത്തിനകത്ത് ഒരു പോയിന്റ് 20 വർഷത്തിനകത്ത് ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്. നമ്മുടെ മുഖ്യമന്ത്രി പഠിച്ച ബ്രണ്ണൻ കോളേജ് 1862 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. CMS കോളേജ് 1817, എറണാകുളം മഹാരാജാസ് കോളേജ് 1875. അതായത് കേരളത്തിൽ നമ്മൾ ഇന്ന് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന മുഴുവൻ ക്യാമ്പസുകളും വന്നിട്ട് 100 വർഷത്തിലധികമായി. അപ്പൊ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിലെ ഈ മികച്ച മുന്നേറ്റങ്ങളെ എങ്ങനെയും ഒരു പിന്തിരിപ്പൻ ഐഡിയോളജി പറഞ്ഞിട്ട് അതിനെ മുടക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ന്യായവും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.